ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ കൊടിസുനിയുടെ ജയിൽ മാറ്റത്തിൽ സർക്കാർ നിലപാട് തേടി ഹൈക്കോടതി. കൊടിസുനിയെ തവനൂർ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്നാണ് ഹർജി. കൊടിസുനിയുടെ അമ്മയാണ് ഹർജി നൽകിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ കണ്ണൂരിലുള്ള തനിക്ക് മകനെ കാണാൻ തവനൂർ വരെ യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹർജി. വിവരങ്ങളുമായി രേഷ്മ ചേരുകയാണ്. രേഷ്മ, കൊടിസുനിയുടെ അമ്മയുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണ്? അതായത് നീലിമ, ഈ കണ്ണൂർ ജയിലിൽ വെച്ച് കൊടിസുനി ലഹരി സംഘങ്ങളെ നിയന്ത്രിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കണ്ണൂർ ജയിലിൽ ലഭിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഉന്നത പോലീസ് വൃത്തങ്ങൾ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തവനൂരിലേക്ക് കൊടിസുനിയെ മാറ്റിയത്. ഈ കിർമാണി മനോജുമായിട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടും ഈ കണ്ണൂർ ജയിലിലെ മറ്റ് തടവുപുള്ളികളുമായിട്ട് ബന്ധം സ്ഥാപിച്ചുകൊണ്ടുമാണ് ഈ പറയുന്ന കൊടിസുനി ഇത്തരത്തിൽ ലഹരി സംഘങ്ങളെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തിയിരിക്കുന്നത്. കൊടിസുനിയുടെ അമ്മ ഹർജി നൽകിയിരിക്കുന്നത് ഈ തവനൂരിൽ ഉള്ള കൊടിസുനിയെ നേരെ കണ്ണൂരിലേക്ക് മാറ്റണം. താൻ കണ്ണൂരിലാണ് താമസിക്കുന്നത്. തവനൂരിലെത്തി മകനെ കാണാനായിട്ടുള്ള ഒരു അവസ്ഥയില്ല. കാരണം തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ വേണമെന്നുള്ളതാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ തന്നെ ഈ ലഹരി സംഘങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് കണ്ണൂർ ജയിലിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാവിധ സൗകര്യങ്ങളും കൊടിസുനിക്ക് നൽകിയിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ. അതായത് ഫോൺ വിളിക്കാനുള്ള സൗകര്യങ്ങൾ, ലഹരി സംഘങ്ങളെ അവിടെ നിന്നും നിയന്ത്രിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ, മറ്റ് തടവ് പുള്ളികളുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ട് എല്ലാ തരത്തിലും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ജയിലധികൃതർ നൽകിയിരുന്നു. എന്തായാലും ഈ തവനൂരിൽ നിന്ന് മകനെ കണ്ണൂരിലേക്ക് മാറ്റണമെന്നുള്ളതാണ് കൊടിസുനിയുടെ അമ്മയുടെ ആവശ്യം. ഇക്കാര്യത്തിൽ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തേടിയിരിക്കുകയാണ്. ലഹരി സംഘങ്ങളെ നിയന്ത്രിക്കാനായിട്ടുള്ള എന്ത് നിലപാട് എടുക്കും എന്ന് നമുക്ക് നോക്കാം. രേഷ്മയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.